തൃശൂർ കുന്നംകുളം സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്നാവശ്യപ്പെട്ട് UDF MLA നടത്തുന്ന സത്യഗ്രഹ സമരം 2ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. TJ സനീഷ് കുമാർ ജോസഫ്, AK അഷ്റഫ് എന്നിവരാണ് നിയമസഭാ കവാടത്തിനു മുന്നിൽ സത്യഗ്രഹ സമരം നടത്തുന്നത്. MG പ്രതീഷ് ഉണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, അപ്പോൾ ഇതൊരു സജീവ ചർച്ചാ വിഷയമാക്കി നിലനിർത്താനുള്ള പ്രതിപക്ഷത്തിന്റെ ശ്രമം, സമരം തുടരുകയാണല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രതീഷ്? ഉന്മേഷ, തീർച്ചയായും ഈ സംസ്ഥാന വ്യാപകമായി പലയിടങ്ങളിലും നടന്ന കസ്റ്റഡി മർദ്ദനങ്ങൾ സജീവ ചർച്ചയാക്കുകയാണ് പ്രതിപക്ഷം. അതാ നിയമസഭ അകത്തും നിയമസഭയ്ക്ക് പുറത്തും വലിയ ഒരു പ്രതിഷേധം അറിയിക്കുക കൂടിയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. അതിൻ്റെ കൂടി ഭാഗമായാണ് അപ്രതീക്ഷിതമായി 2 പ്രതിപക്ഷ MLA മാർ നിയമസഭയിൽ തന്നെ അനിശ്ചിതകാല സത്യഗ്രഹം ഇരിക്കാൻ തീരുമാനിച്ചത്. AK അഷ്റഫും സജീഷ് കുമാർ MLA ഇന്നലെയാണ് ഈ സത്യഗ്രഹം തുടങ്ങിയത്. ഇന്നലെ രാത്രി UDF കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെ നേതാക്കൾ MLA മാരെ രാത്രി സന്ദർശിച്ചിരുന്നു. ഈ കസ്റ്റഡി മർദ്ദനം വരും ദിവസങ്ങളിലും ചർച്ചയാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ചോദ്യോത്തര വേളയിലും ഇന്ന് ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കും. വരും ദിവസങ്ങളിലും നിയമസഭയിൽ ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ സജീവ ചർച്ചയാക്കും. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണപക്ഷ അംഗങ്ങൾ ഇന്നലെ ഈ കാര്യത്തിൽ കൃത്യമായൊരു മറുപടി നൽകിയില്ല എന്നതാണ് പ്രതിപക്ഷം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഒപ്പം ക്രൂരമായി മർദ്ദനമേറ്റ സുജിത്തിനെ ഒരു ക്രിമിനൽ കേസ് പ്രതിയായി വരുത്തി തീർക്കാൻ, അല്ലെങ്കിൽ അത്തരത്തിൽ ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന വലിയ ആക്ഷേപം പ്രതിപക്ഷത്തിനുണ്ട്. ഇന്നലെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഇതിന് വിശദീകരണവുമായി കോൺഗ്രസ് നേതാക്കൾ തന്നെ രംഗത്ത് വന്നിരുന്നു. ഈ ജനകീയ സമരം നടത്തിയതിന്റെ പേരിലാണ് സുജിത്തിനെതിരെ 11 കേസുകൾ രജിസ്റ്റർ ചെയ്തത് എന്നതാണ് കോൺഗ്രസ് നേതാക്കളുടെ വിശദീകരണം. മറ്റ് ഒരു തരത്തിലും വലിയ ക്രിമിനൽ കേസുകൾ ഒന്നും തന്നെ സുജിത്തിനില്ല എന്ന് പ്രതിപക്ഷം വിശദീകരിക്കുന്നു. പക്ഷേ ഈ പ്രതിപക്ഷ ആരോപണങ്ങളെ അതേ രീതിയിൽ തിരിച്ചടിക്കാൻ തന്നെയാണ് ഭരണപക്ഷത്തിന്റെയും തീരുമാനം. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നും സഭയിലെത്താനുള്ള ഒരു സാധ്യത കാണുന്നില്ല. പ്രതിപക്ഷം വലിയ രീതിയിൽ ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം സഭയിലെത്തിയാൽ അത് ഒരു വിഷയമാക്കി ഭരണപക്ഷം മാറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നേതാക്കൾ ഇടപെട്ട അത്തരത്തിലൊരു ആശയവിനിമയം രാഹുലുമായി നടത്തി എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും ഇന്നലത്തേതിന് സമാനമായി ഇന്നും സഭ വിവിധ വിഷയങ്ങളിൽ പ്രക്ഷുബ്ധമാകുമെന്ന ഉറപ്പാണ്. ഉന്മേഷ. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.